എല്ലാവർക്കും PSC എഡ്യൂക്കേറ്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSCയിലെ സാഹിത്യം എന്ന ഭാഗമാണ്. അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ചോദ്യം, തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? വെണ്ണിക്കുളം ഗോപാലക്കുറിപ്പാണ് തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. നമ്മൾ ഈ ഒരു ചോദ്യം പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ രണ്ട് കവികളെ കുറിച്ചും അറിഞ്ഞിരിക്കണം. ഭക്തി പ്രസ്ഥാനത്തിന്റെ നായക കവിയായി അറിയപ്പെടുന്ന മഹത് വ്യക്തിയാണ് തുളസീദാസ്. അദ്ദേഹം ജനിച്ചത് ഉത്തർപ്രദേശിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ്. അതുപോലെ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്, അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് കേരള തുളസീദാസ് എന്നാണ്. അപ്പം കേരള തുളസീദാസ് എന്നറിയപ്പെടുന്ന കവി ആരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറിപ്പാണ്. ഈ ഒരു ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മലയാളത്തിന്റെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കുന്ന ആട്ടക്കഥ ഏത്? നളചരിതമാണ് മലയാളത്തിന്റെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കുന്ന ആട്ടക്കഥ. ഈ ഒരു ചോദ്യത്തോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം, നളചരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യരാണ്. നളചരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യരാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ ഏത് കൃതിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥയിൽ ഉൾപ്പെടാത്തത്? 1. വിഡ്ഢികളുടെ സ്വർഗം, 2. ഭൂമിയുടെ അവകാശികൾ, 3. ഏകാന്ത പഥികൻ, 4. ഓർമ്മക്കുറിപ്പ്. ഇതിൽ ഉത്തരം എന്ന് പറയുന്നത് 3 ഏകാന്ത പഥികനാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥയിൽ ഉൾപ്പെടാത്തത്. ബാക്കി വിഡ്ഢികളുടെ സ്വർഗവും ഭൂമിയുടെ അവകാശികളും ഓർമ്മക്കുറിപ്പും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥയിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത ചോദ്യം, പി കേശവദേവ് രചിച്ച ഉലക്ക എന്ന നോവൽ ഏത് സമരത്തെ പശ്ചാത്തലമാക്കി എഴുതിയതാണ്? ഉത്തരം പുന്നപ്ര വയലാർ സമരം. എന്താണ് പുന്നപ്ര വയലാർ സമരം? തിരുവിതാംകൂർ സ്വതന്ത്രമാക്കി അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം വിഭാവനം ചെയ്തതിനെതിരെ തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭമാണ് പുന്നപ്ര വയലാർ സമരം. അതുപോലെ ഒരുപാട് എക്സാംസിന് വന്ന ഒരു ചോദ്യമാണ്, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണെന്ന്. അത് പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ്. 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. അടുത്ത ചോദ്യം, വെള്ളായി അപ്പൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന OV വിജയൻ രചിച്ച ചെറുകഥ ഏത്? കടൽ തീരത്താണ് OV വിജയൻ രചിച്ച ചെറുകഥ. അതിലാണ് വെള്ളായി അപ്പൻ കേന്ദ്ര കഥാപാത്രമായി വരുന്നത്. അടുത്ത ചോദ്യം, മീശ എന്ന നോവൽ രചിച്ചത് ആര്? S. ഹരീഷാണ് മീശ എന്ന നോവൽ രചിച്ചത്. ഇദ്ദേഹത്തിന്റെ മറ്റു സാഹിത്യ കൃതികളാണ് ആദം, മാവോയിസ്റ്റ്, അപ്പൻ, പിന്നെ നമ്മളിപ്പം പഠിച്ച മീശ. അടുത്ത ചോദ്യം, D. വിനയചന്ദ്രന്റേതല്ലാത്ത കൃതി ഏത്? 1. വീട്ടിലേക്കുള്ള വഴി, 2. പൊടിച്ചു, 3. കിരാതവൃത്തം, 4. ചിറപ്പ്. ഇതിൽ D. വിനയചന്ദ്രന്റേതല്ലാത്ത കൃതി എന്ന് പറയുന്നത് കിരാതവൃത്തമാണ്. അടുത്ത ചോദ്യം, ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ? ചങ്ങമ്പുഴയുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ. മറക്കരുത്, ഏതാണ്? തുടിക്കുന്ന താളുകൾ, ചങ്ങമ്പുഴ. അടുത്ത ചോദ്യം, കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത്? VT ഭട്ടതിരിപ്പാടാണ് കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത്. VT ഭട്ടതിരിപ്പാടിന്റെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു നാടകമുണ്ട്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അതുപോലെ ആദ്യമായി വിധവാ വിവാഹം നടത്തിയ നവോത്ഥാന നായകൻ കൂടിയാണ് VT ഭട്ടതിരിപ്പാട്. അപ്പം കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് VT ഭട്ടതിരിപ്പാട്. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യ പ്രശസ്ത നിഘണ്ടുവായ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയതാര്? R. ഈശ്വരപ്പിള്ളയാണ് മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവായ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയത്. അടുത്ത ചോദ്യം, ഇന്ത്യ എന്റെ പ്രണയ വിസ്മയം എന്ന പുസ്തകം രചിച്ചതാര്? മജിഷ്യൻ ഗോപിനാഥ് മുതുകാടാണ് ഇന്ത്യ എന്റെ പ്രണയ വിസ്മയം എന്ന പുസ്തകം രചിച്ചത്. അടുത്ത ചോദ്യം, ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി ആര്? വള്ളത്തോളാണ് ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി. ഇദ്ദേഹം അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് കേരള വാൽമീകി, കേരള ടാഗോർ എന്നിവ. അപ്പം ശബ്ദസുന്ദരൻ എന്നും കേരള വാൽമീകി എന്നും കേരള ടാഗോർ എന്നും അറിയപ്പെടുന്ന കവി ആരാണ്? വള്ളത്തോളാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏത്? 1. പ്രേമാശ്രമം, 2. എൻ്റെ ഗുരുനാഥൻ, 3. ബാപ്പുജി, 4. ഇന്ത്യയുടെ കരച്ചിൽ. ഇതിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളിൽ ഉൾപ്പെടാത്തത്
പ്രേമാശ്രമമാണ്. ബാക്കിയുള്ള എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവയൊക്കെ വള്ളത്തോളിൻ്റെ കൃതികളാണ്. അടുത്ത ചോദ്യം, അമ്പിളി ചിരിക്കും മാനത്ത് തുമ്പ ചിരിക്കും താഴത്ത്. ഈ വരികൾ ആരുടേതാണ്? ONV കുറുപ്പിൻ്റെ വരികളാണ് അമ്പിളി ചിരിക്കും മാനത്ത് തുമ്പ ചിരിക്കും താഴത്ത്. അടുത്ത ചോദ്യം, മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് ആഹ്വാനം ചെയ്ത ആശാന്റെ കൃതി ഏത്? ദുരവസ്ഥയാണ് മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് ആഹ്വാനം ചെയ്തത്. മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ രചിച്ച ഖണ്ഡകാവ്യമാണ് ദുരവസ്ഥ. ദുരവസ്ഥയെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുകയാണെങ്കിൽ, കലാപകാരികളിൽ നിന്ന് രക്ഷപ്പെട്ട നമ്പൂതിരി യുവതിയായ സാവിത്രി ചാത്തൻ എന്ന പുലയുവാവിന്റെ കുടിലിൽ എത്തിപ്പെടുന്നതും അവർക്കിടയിൽ പുതിയൊരു ബന്ധം ഉണ്ടാവുന്നതുമാണ് കവിതയുടെ പ്രമേയം. ജാതിവ്യവസ്ഥയ്ക്കെതിരെയുള്ള കുമാരനാശാന്റെ ഒരു കവിതയാണ് ദുരവസ്ഥ. അടുത്ത ചോദ്യം, മുകുന്ദന് വയലാർ സാഹിത്യ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത്? കേശവന്റെ വിലാപമാണ് മുകുന്ദന് വയലാർ സാഹിത്യ അവാർഡ് നേടിക്കൊടുത്തത്. സാഹിത്യത്തിലെ ഏറ്റവും നല്ല സൃഷ്ടിക്ക് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തുന്ന പുരസ്കാരമാണ് വയലാർ പുരസ്കാരം. അതുപോലെ വയലാറിന്റെ ചരമദിനമായ ഒക്ടോബർ 27-നാണ് എല്ലാ വർഷവും ഈ ഒരു അവാർഡ് നൽകുന്നത്. അപ്പം മുകുന്ദന് വയലാർ സാഹിത്യ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? കേശവന്റെ വിലാപങ്ങളാണ്. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ പോൾ സക്രിയാണ്. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ. അടുത്ത ചോദ്യം, 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡ് അർഹമായ നോവൽ. അടയാളപ്രേതമാണ് 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായത്. ഈ ഒരു നോവൽ എഴുതിയത് PF മാത്യൂസ് ആണ്. അദ്ദേഹത്തിൻ്റെ നോവലാണ് അടയാളപ്രേതം. ഈ നോവലിനാണ് 2020 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, 2021 മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായ സിനിമ. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആണ് 2021 മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായത്. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യ ശബ്ദ സിനിമയായി അറിയപ്പെടുന്ന സിനിമ ഏതാണ്? ബാലനാണ് മലയാളത്തിലെ ആദ്യ ശബ്ദ സിനിമ. 1938 ഈ സിനിമ പുറത്തിറങ്ങുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം, ഞാനതിന് റിപ്ലൈ തരുന്നതാണ്. അതുപോലെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം.